ഹലോ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിൽ കണ്ട പോലെ Get Ready With Me ആണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകണം ഗുരുവായൂർ. അപ്പോൾ കുഞ്ഞാപ്പൂ, ചേച്ചി, അമ്മ, അച്ഛൻ, ഞാൻ എല്ലാവരും കൂടെ ഗുരുവായൂർ പോകണം. ഞാനൊരു ലീവ് എടുത്തു നൈസായിട്ട്. ചീത്ത കേൾക്കും, കുഴപ്പമില്ല. നമുക്കപ്പോൾ ഗെറ്റ് റെഡി ചെയ്യും. എന്നത്തെ പോലെ എൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തീർന്നു പോയി, ഇത്രേ ഉള്ളൂ ബാക്കി. പോയപ്പോഴാണെങ്കിൽ ഞാൻ വാങ്ങാനും മറന്നുപോയി. ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ മുടിയൊക്കെ ഉണങ്ങി. അതാണ് ഞാൻ അങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. മോയ്സ്ചറൈസർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, മഴയുണ്ട് എന്നായില്ല, ആ ഒരു മൈൻഡിലാണ്. കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ബാക്കിലെ തോട്ടമെല്ലാം നനഞ്ഞു കിടക്കാണ്. അപ്പം അതാണ് വീട്ടിലെ സിറ്റുവേഷൻ. നമുക്കപ്പോൾ ഒരുങ്ങാം. കുറച്ച് ഫ്രണ്ടിക്കായിരുന്നല്ലേ, അപ്പോൾ ഇത്ര ഇതുണ്ടായിരുന്നു. ബാക്കി ഇറങ്ങി പോക്കെയാണ്. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഓക്കെ, നമ്മുടെ ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ഡൗൺ സ്കിന്നിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 ഫിംഗർ റൂളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മറ്റേ സൺസ്ക്രീൻസിൻ്റെ പോലെ എന്തോ കുറച്ചുള്ളതുകൊണ്ട് എനിക്കെന്തോ പേടി. എക്സ്പെൻസീവ് ആണ് കേട്ടോ. എക്സ്പെൻസീവ്നെസ്സിന് മാത്രം ഒരു കുറവില്ല. തട്ടിയാൽ മാത്രമേ കുറച്ചധികം പുറത്തേക്ക് വരുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ വോയിസിൽ വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് വരും, ചിലപ്പോൾ കിളികളുടെയൊക്കെ. എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാമം പോലെ തോന്നുന്ന ഗ്രാമമല്ല എന്ന ഗ്രാമമാണ്. അത് വേണ്ടിയാണ് റൂറൽ ഏരിയ ആണെന്ന് തോന്നും. അങ്ങനെ എന്നാൽ അല്ല, ആ ഒരു മൈൻഡ്. പക്ഷെ ഞങ്ങളുടെ ബാക്കിൽ മൊത്തം പറമ്പാണ്. അപ്പം ഇങ്ങനെ നല്ലവണ്ണം മഞ്ഞ് വീണിട്ട് ഇതുവരെ ആ ഒരു തണുപ്പും അതൊന്നും പോയിട്ടില്ല. ഇതിടുമ്പോൾ തന്നെ ഭയങ്കര സുഖം, നല്ലൊരു മോയ്സ്ചറായ പോലെ തോന്നും. ഇതിടുമ്പോൾ എനിക്കറിയില്ല, മോയ്സ്ചറൈസറിനേക്കാളും എനിക്ക് ഇഷ്ടപ്പോൾ സൺസ്ക്രീൻ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ മുഖത്ത് പാടുകളൊന്നും നോക്കണ്ട, അതൊന്നും പോകില്ല. അതൊക്കെ എങ്ങനെ പോകാൻ നല്ലല്ലോ സൺസ്ക്രീൻ ഇടുന്നത്. സൺസ്ക്രീൻ നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ. നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ക്യാൻസൽ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വരുന്നത് കാരമലാണെന്ന് തോന്നുന്നു. അല്ല, സാൻഡ്സ്റ്റോൺ. കാരമൽ സാൻഡ്സ്റ്റോൺ 05 ആണ്. എനിക്കിത് ഓക്കെയാണ്. ഞാൻ നൈസായിട്ട് ഇവിടെയൊക്കെയാണ് എനിക്ക് പാടുകളുള്ളത്, അവിടെ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അല്ലാതെ എനിക്ക് എല്ലായിടത്തും ചെയ്യണമെന്ന് താല്പര്യമില്ല. നെറ്റിലൊന്നും എനിക്ക് അങ്ങനെ പാടുകളില്ല. പക്ഷെ കഴുത്തിൽ അത്യാവശ്യം കറുപ്പുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ അത്ര പ്രോ ഒന്നല്ല മേക്കപ്പിൽ. എന്നാലും ഞാൻ എൻ്റെ മുഖത്ത് ബ്ലെൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ബ്ലെൻഡ് ചെയ്ത് ഞാൻ എൻ്റെ മുഖത്ത് ചെയ്ത് പഠിച്ചതായിട്ട്. അല്ലാണ്ട് എന്നെ ആരും ഒന്നും പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഒരു CC ക്രീമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ CC ക്രീം കൊണ്ട് എനിക്കിങ്ങനെ കാസ്റ്റ് ചെയ്ത് നിൽക്കണം പോലെ തോന്നും. ഇങ്ങനെ നിൽക്കണം ഞാൻ തുടച്ചൊക്കെ കളയും. പക്ഷേ ഇപ്പോൾ ഞാൻ പഠിച്ചൊരു ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇതെന്താ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. മുടിമയ്ക്ക് എനിക്കറിയില്ല ഇതൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ. ഞാനൊരു ഡേ ഇങ്ങനെയൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ടിരുന്നിട്ടുണ്ട്. കണ്ടു, ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പഠിച്ചത് കണ്ടോ? ഇത്ര നന്നായിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിലെ 2 ബെസ്റ്റ് ഡിസിഷൻസ് ഞാൻ പറയട്ടെ. ഒന്ന്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഭയങ്കരമായിട്ടും ആക്റ്റീവായ ഫീൽ എനിക്ക് വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ മടുപ്പ് വന്നത് ഇങ്ങനെ ഇരിക്കാന്ന് പറയില്ലേ, ആ ഒരു ഇതിൽ നിന്ന് എന്നെ ഭയങ്കരമായിട്ടും ചേഞ്ച് ആക്കിയത് എൻ്റെ യൂട്യൂബ് ചാനലും വീഡിയോസാണ്. ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയി. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ്സിനെ പറ്റി ആലോചിക്കാനേ പറ്റുന്നില്ല. കാരണം ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആണ്. കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ ഓരോരോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൊണ്ടു. എനിക്കിപ്പോൾ 774 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ ഞാനിത് എന്നാ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞാനൊരു മടിച്ചായി മാറി. കുഞ്ഞാപ്പൂ വന്നപ്പോൾ മടിച്ചായി ഉണ്ടല്ലോ, ടൈം ഇല്ല എന്നുള്ളത്. എനിക്ക് എങ്ങനെയും വർക്ക് ഫ്രം ഹോമാണ് ഇപ്പം ഞാൻ. അത് കഴിഞ്ഞ് എനിക്ക് എങ്ങനെയും ഒന്ന് ഉണ്ണിയുടെ ചെന്നാൽ മതി എന്നുള്ളൊരു വൈബാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ മനുഷ്യ ക്ഷമ നശിക്കും കേട്ടോ ബ്ലെൻഡിങ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല. ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കാറില്ല. പക്ഷേ ഇവരെന്തായാലും അടുത്തേച്ച് പോകും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അടുത്തേച്ച് പോകും. അപ്പോൾ ഇടാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് എന്തായാലും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കുറേ ടൈം ഉണ്ടാവും. വേറെ പണിയില്ല. നല്ല സുന്ദരിയായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തില്ലേ, ഭയങ്കരമായിട്ട് ഔട്ട്കാസ്റ്റ് ഒന്നും ചെയ്ത് നിൽക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് BB ക്രീം ഇടും. ഇതിന്ന് ഞാൻ ഇടുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷെ ഞാനിതിടും.
ഇതിടുമ്പോൾ എനിക്കൊരു ഗ്ലോ കിട്ടിയ പോലെ ഫീൽ ചെയ്യും. ഫൗണ്ടേഷൻ ഒന്നും അധികം ഇടാൻ ഇഷ്ടമല്ല. ഫൗണ്ടേഷൻ അങ്ങനെ ലാസ്റ്റായിട്ട് ഇട്ടത് അന്ന് ആ ഷൂട്ടിൻ്റെ സമയത്തായിട്ടേ തോന്നുന്നു. വേറെ ഞാൻ അങ്ങനെ ഇടാറില്ല. ഇല്ല, ഷൂട്ടിന് വീഡിയോ ഷൂട്ടിന് പോയപ്പോഴല്ല, ഇവിടെ ഓണത്തിന് അല്ല വിഷുവിന് ഷൂട്ടുണ്ട്. അപ്പോൾ ഇട്ടത്. അയ്യോ, ഇനി ഓണത്തിന് എന്ത് ഡ്രസ്സ് ഇടും ഓർത്തിട്ട് എനിക്കിപ്പോൾ ടെൻഷൻ. ഇങ്ങനെ എന്തെങ്കിലും ഇവൻറ്റ്സ് വരുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടും ആ ഒരു ടെൻഷൻ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ഒന്നുമില്ല, നമ്മൾ കണ്ണെഴുതുന്നു അത്ര, മേലെ മാത്രമേ കണ്ണെഴുതുള്ളൂ. കുളായി ഇത് കുറച്ച് പതാം. ദൈവമേ, കറക്റ്റ്. ഞാൻ എക്സ്പേർട്ട് ആയിരിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കളർ കുറയുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബ്ലാക്ക് കണ്ടോ, രണ്ടും ഞാൻ ഒന്ന് ഇരുണ്ടു അല്ലേ എടുത്തു. പക്ഷെ നമ്മളിത് തന്നെയാണ് ഇടുന്നത്, ഡ്രസ് ചേഞ്ച് ചെയ്തില്ല. Thank you for watching my video.